ഖത്തറിൽ തൊഴിൽ വിസ ലഭിക്കാൻ നാട്ടിൽ വൈദ്യപരിശോധന ഫെബ്രുവരി 1 മുതൽ നിലവിൽ വന്നു. ഇന്ത്യ അടക്കം 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കാണ് തുടക്കത്തിൽ ഇത് ബാധകമാകുക. പ്രൊഫഷണലുകളടക്കം എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും പുതിയ നിർദ്ദേശം ബാധകമാകുമെന്ന് മെഡിക്കൽ കമ്മീഷൻ ഡയറക്ടർ ഡോക്ടർ ഇബ്രാഹിം അൽഷാർ വ്യക്തമാക്കി. ആഷിഖ് മാഹിയുടെ റിപ്പോർട്ടിലേക്ക്. ഖത്തറിൽ തൊഴിൽ വിസ ലഭിക്കാൻ പ്രവാസികൾ സ്വന്തം രാജ്യത്തെ അംഗീകൃത ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിർബന്ധ വൈദ്യപരിശോധന നടത്തണമെന്ന നിയമം ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ അടക്കം 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കാണ് തുടക്കത്തിൽ ഇത് ബാധകമായിരിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിൽ തൊഴിൽ വിസക്ക് അപേക്ഷിക്കുന്നവർ അപേക്ഷയോടൊപ്പം നാട്ടിൽ വൈദ്യപരിശോധന നടത്തിയ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് കൂടി സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ഫാമിലി വിസക്കും സന്ദർശക വിസക്കും അപേക്ഷിക്കുന്നവർക്ക് നാട്ടിൽ വൈദ്യപരിശോധന നിർബന്ധമാക്കിയിട്ടില്ല. പ്രൊഫഷനുകളടക്കം എല്ലാ വിഭാഗം തൊഴിലന്വേഷകർക്കും പുതിയ നിർദ്ദേശം ബാധകമാണെന്ന് മെഡിക്കൽ കമ്മീഷൻ ഡയറക്ടർ ഡോക്ടർ ഇബ്രാഹിം അൽഷാർ വ്യക്തമാക്കി. പുതിയ നിയമം നടപ്പാക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, നേപ്പാൾ, ഫിലിപ്പൈൻസ്, ഈജിപ്ത്, സുഡാൻ, സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ആദ്യഘട്ടത്തിൽ നിയമം ബാധകമാക്കുന്നത്. ഈ രാജ്യങ്ങളിൽ 200 ആരോഗ്യ സ്ഥാപനങ്ങളെയാണ് പരിശോധനയ്ക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി 80ഓളം കേന്ദ്രങ്ങളുണ്ട്. ഓരോ രാജ്യത്തിന്റെയും അംഗീകൃത ആരോഗ്യ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ സുപ്രീം ആരോഗ്യ കൗൺസിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.sch.gov.qa എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിസ ലഭിച്ച് ഖത്തറിലെത്തിയ ശേഷം മെഡിക്കൽ കമ്മീഷൻ നടത്തുന്ന വൈദ്യപരിശോധനയ്ക്കും നാട്ടിൽ നടത്തിയ പരിശോധനയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. നാട്ടിലെ അംഗീകൃത ആരോഗ്യ സ്ഥാപനങ്ങളെ ഖത്തറിലെ ബന്ധപ്പെട്ട കേന്ദ്രവുമായി ഓൺലൈൻ വഴി ബന്ധിപ്പിക്കുന്നതുവരെ ഈ രീതിയിലാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. പുതിയ നിബന്ധന കർശനമായി നടപ്പാക്കുന്നതിൽ ആരോഗ്യ മന്ത്രാലയവും തൊഴിൽ മന്ത്രാലയവും സുപ്രീം ആരോഗ്യ കൗൺസിലും തമ്മിൽ ഏകോപനമുണ്ടാക്കും. ആഷിഖ് മാഹി, ന്യൂസ് ദോഹ. വസന്തകാലത്തെ വരവേൽക്കാൻ സൂഖ് വാക്കിഫിൽ കലാമേള. ഖത്തറിന്റെ കലാ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ഫെബ്രുവരി 15 മുതൽ 29 വരെ സൂഖ് വാക്കിഫിൽ